ഒരാളെ ഒളിപ്പിക്കാൻ പോന്ന അവളുടെ തലമുടി, തെങ്ങിൻ പൂക്കലയുടെ നിറമുള്ള അവളുടെ അരക്കെട്ട്, കാലിലെ പാദസരത്തിൻ്റെ കിലുക്കം, ദാസേട്ട എന്ന വിളി എല്ലാം ഓർമ്മകൾ മാത്രമായി തീരുന്നു. ഏത് നോവലിലെ ഭാഗമാണെന്ന് ഓർമ്മയുണ്ടോ? അതിമനോഹരമായ നോവൽ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അതിൻ്റെ 70ഓളം പതിപ്പുകൾ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. 2025 ആ നോവലിൻ്റെ 25ാം വാർഷികമായിരുന്നു. ഇനിയും ആ നോവൽ വായിച്ചിട്ടില്ല എങ്കിൽ അത് വാങ്ങി വായിക്കണം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളെപ്പറ്റി ഇത്ര ഹൃദയസ്പൃക്കായി എഴുതി വെച്ച ഒരു കഥാകാരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. എം മുകുന്ദൻ്റെ നിരവധി നോവലുകൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന ചില ജീവിത മുഹൂർത്തങ്ങൾ നമ്മൾക്ക് പകർന്നു തരുന്ന നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. ആ നോവലിലെ ഞാനിപ്പോൾ പറഞ്ഞ ആ ഭാഗം, വളരെ കുറച്ച് ആ ഭാഗം ഒന്ന് വായിച്ചു കേട്ടാൽ നമുക്ക് അത് മനസ്സിന് കുളിർമ നൽകും. 42ാം അധ്യായത്തിലാണ് ഈ ഭാഗമുള്ളത്. സമുദ്രത്തിൽ അങ്ങ് അകലെ വെള്ളിയാങ്കല്ല് പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഉറക്കച്ചൂടിനാൽ ദാസൻ്റെ തല തിരിയുന്നുണ്ടായിരുന്നു. 3 ദിവസമായി അയാളുടെ കണ്ണ് നടഞ്ഞിട്ട്. ഉറക്കത്തെ കത്ത് ദഹിപ്പിക്കാൻ പോന്നതായിരുന്നു അയാളുടെ മനോവേദന. ചന്ദ്രികയെ നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ ഭൂമി പിളരുന്നതും സൂര്യൻ പൊട്ടിത്തെറിക്കുന്നതും കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. ചന്ദ്രി ഒരിക്കലും സമ്മതിച്ചിട്ടുണ്ടാകില്ല. ദാസൻ അതറിയാം. ഒരു പെട്ടി പൊന്നു കൊടുക്കാമെന്ന് പറഞ്ഞാലും ദാസനെ വിട്ട് അവൾ ആരുടെയും കൂടെ പോകില്ല. അവളുടെ കണ്ണുനീർ ഒരിക്കലും തോരുകയില്ല. ദാസന് ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഗന്ധർവനെ പോലെ അയാൾ പറന്നു ചെന്ന് ചന്ദ്രികയുടെ കയ്യിലേന്തി മനുഷ്യരുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഒരു പർവ്വത ശിഖരത്തിലേക്ക് പറന്നു പോകുമായിരുന്നില്ലേ? വരൂ എന്ന് പറഞ്ഞാൽ അവൾ ഇറങ്ങി വരും. തനിക്ക് വേണ്ടി മാത്രം ഇക്കാലം അത്രയും ജീവിച്ച അവൾ ഇനി തനിക്ക് വേണ്ടി ജീവിക്കും. പക്ഷേ അയാൾക്ക് അവളെ ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാതെ പോകും. ചന്ദ്രികയെ ഭരതൻ തടവിലിട്ടിരിക്കുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ തൻ്റെ തോളിൽ കൈയിട്ട് നടന്ന ആൾ എത്രയോ കാലം തനിക്ക് ചായ കാച്ചിത്തരികയും തന്നോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ലീലയിടത്തി അവൾക്ക് ദാസനിൽ നിന്ന് ആരുമല്ലാതായി തീർന്നു. ഇനി ഒന്നും ചെയ്യുവാനില്ല. ഓർമ്മിക്കുക, ചന്ദ്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുക. ഒരാളെ ഒളിപ്പിക്കുവാൻ പോന്ന അവളുടെ തലമുടി, തെങ്ങുംപൂവിൻ്റെ നിറമുള്ള അവളുടെ അരക്കെട്ട്, കാലുകളിലെ പാദസരം, ദാസേട്ട എന്നുള്ള അവളുടെ വിളി എല്ലാം ഓർമ്മകൾ മാത്രമായി തീരുന്നു. വെള്ളിയാങ്കല്ലിന്മേൽ കണ്ണുകൾ നട്ടുകൊണ്ട് അയാൾ ഇരുന്നു. തിരമാലകളുടെ ഉയർച്ചയിൽ ഒരു നിമിഷം അത് കണ്ണിൽ നിന്നും മായും, വീണ്ടും തെളിഞ്ഞു വരും. അവിടെ അരിപ്രാവുകളെപ്പോലെ വിഹരിക്കുന്ന മനുഷ്യാത്മാവുകളെ അയാൾക്ക് കാണാമായിരുന്നു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ്റെ നോവലുകളിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നോവലുകളിൽ ഒരെണ്ണമാണിത്. മയ്യഴിയുടെ കഥാകാരൻ്റെ ഈ നോവൽ വായിക്കാതെ പോകുന്നത് വായനാലോകത്ത് ഉള്ളവർക്ക് അത്ര രസകരമായ കാര്യമല്ല. വായിക്കാതെ പോകുന്നത് രസകരമല്ല. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കണം. പുസ്തകത്തിൻ്റെ 25ാം വാർഷികം വലിയ ആഘോഷമായി വായനാലോകത്ത് കൊണ്ടാടിയതാണ്. പുസ്തകം ഇപ്പോഴും പുസ്തകശാലയിൽ കൂടുതൽ വിറ്റഴിയുന്ന ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണമാണ്. അപ്പോൾ വായന ഇഷ്ടപ്പെടുന്നവർ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ സഞ്ചരിക്കണം. ആ തീരത്തിൻ്റെ മനുഷ്യരുടെ ജീവിതം, സ്പന്ദനം തിരിച്ചറിയണം. അതാണ് ഈ നോവൽ.